ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ പെനാൽറ്റി കിക്കിൽ പുതിയൊരു നമ്മുടെ ഫ്രീ എപ്പിക് പാക്ക് ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ എടുക്കാൻ പോകണം. അപ്പം പെനാൽറ്റി മിസ്സായവരാരെയും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എടുത്തവരാരെയും കമൻറ്റ് ചെയ്യുക. എന്തായാലും നമ്മൾ ഈ ഒരു പ്ലെയറിനെ വെച്ചിട്ട് ഡിവിഷൻ മാച്ച് കളിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും പെനാൽറ്റി ഞാൻ ഇതുവരെ മിസ്സായിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കിന്ന് കിട്ടും. നമ്മുടെ ഗോൾ സ്പേസ് റീച്ചർ നമ്മുടെ ഫ്രാങ്ക് റിബറീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫ്രീ ആണ്. അപ്പോൾ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്തായാലും എന്താ പറയുക, ആർക്കെങ്കിലും പെനാൽറ്റി മിസ്സായിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രാങ്ക് റിബറീനെ നിന്ന് എടുത്തു നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും പെനാൽറ്റിക്കൊക്കെ അടിക്കുക കേട്ടോ ഗൈസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫ്രീ എപ്പിക്കൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും പ്ലെയറിനെ നോക്കാം എത്രയുണ്ടെന്നും, അതുപോലെ തന്നെ പ്ലെയർ പ്രോഗ്രഷനൊക്കെ ചെയ്യാം. എന്തായാലും സെറ്റാണെന്നാണ് കുറേ പേര് പറഞ്ഞത്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് ഫ്രാങ്ക് റിബറി കൂടെയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ആ സ്ക്വാഡും ഫ്രാങ്കിനെയും വെച്ചിട്ട് എന്തായാലും മാച്ച് സെറ്റാക്കാൻ പോകണം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി നമ്മൾ എപ്പിക്ക് കാര്യങ്ങളായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളൊരു ഡിവിഷൻ മാച്ചിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം മാച്ച് എങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കിട്ടിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഫ്രാങ്ക് റിബറി 81. ഓക്കെ, അതുപോലെ തന്നെ ഗൈസ് ഇതിൽ നമ്മുടെ ഇതൊക്കെ ഉണ്ട്, പ്ലെയർ പ്രോഗ്രഷൻ ആയാലും ബൂസ്റ്റർ ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും സെറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്പണിംഗ് എന്തായാലും വന്നിട്ടുണ്ട് കേസ്. അപ്പോൾ നമുക്ക് നോക്കിയൊക്കെ നമ്മളിപ്പോൾ കുറേ ദിവസം എപ്പിക്ക് പാക്ക് കാര്യങ്ങളൊക്കെ ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളൊരു മാച്ചിലേക്കാണ് കിടന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ സ്ക്വാഡൊക്കെ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്തിരുന്നു കേസ്. ഇപ്പോൾ സ്റ്റോയ്ച്ച്കോവാണ് നമ്മുടെ ക്യാപ്റ്റൻ. സെക്കൻഡ് ഹാഫിലാണ് നമ്മുടെ മെസ്സി ഇറങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രാങ്ക് റിബറീനെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും അതേപോലെ തന്നെ. അപ്പോൾ നമ്മുടെ ഓപ്പണിംഗ് എന്തായാലും വന്നിട്ട് നമുക്ക് നോക്കി നോക്കാം. ഓഫ്, കിടിലൊരു ഓപ്പൗണ്ടാണ്. 4-1-2-3 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്ക്വാഡ് എല്ലാവരും ഉണ്ട്. പുതിയതാ നമ്മുടെ എപ്പിക്കുള്ള പുതിയ പ്ലെയർ ഉണ്ടല്ലോ. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ സബ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മാച്ചിലേക്ക് കിടക്കാൻ കഴിയും. എന്താ മാച്ച് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഓക്കെ, ബാർസലോണ തന്നെയാണ് ജേഴ്സി ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റാണ്. എന്തായാലും ഞാൻ റെഡി. ഇനി ഓപ്പോണ്ട് കൂടെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം മാച്ച്. അപ്പോൾ ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താ പറയുക എപ്പിക്കിൽ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും മറ്റേ ഗോളി കീപ്പർ ഗാനൊന്നും കിട്ടിയില്ല. നമ്മൾ 3-4 ട്രൈയോളം ചെയ്തു, പൈസ പോയിന്നല്ലാണ്ട് വേറെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം എന്തായാലും നോബ് ഓക്കെ, ഫസ്റ്റ് വെച്ച് നമുക്ക് തന്നെയാണ്. എന്തായാലും കാണാം ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ആണ് ഗൈസ് ഫ്രാങ്ക് റിബറീൻ്റെ. ഓക്കെ, ചിലവർക്ക് ചിലപ്പം 2 പെനാൽറ്റിക്ക് മിസ്സായിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരാരെയും കമൻറ്റ് ചെയ്യുക. സ്റ്റോയ്ച്ച്കോ, ജെറാഡ്, ബെക്കംബാർ, ഓക്കെ, റോബർട്ടോ കാർലോസ്, ഗ്രീസ്മാൻ, ഊഫ്, ഗോൾ 8-ാം മിനിറ്റിൽ നമ്മളൊരു ഗോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കിടുന്ന ഒരു ഗോളായിരുന്നു സ്റ്റോയ്ച്ച്കോവിൻ്റെ. നൈസായിട്ട് പാസ് കൊടുത്തു. എന്തായാലും നമ്മൾ ഫസ്റ്റിന് 8-ാം മിനിറ്റ് ഗോൾ അടിച്ചു. നൈസ് ഒരു ഗോളായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ചെറുതായിട്ട് ഗ്രീസ്മാൻ അവിടെ നിന്ന് കയറി വന്നിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഒരു ഫസ്റ്റ് കിടലൻ ഗോളായിരുന്നു. അപ്പോൾ റൊണാൾഡോ, കുറേ പേര് പറഞ്ഞത് നമ്മുടെ പ്രൈം റൊണാൾഡോ ഒക്കെ വന്നതിൻ്റെ കിടലിനായിരുന്നു. അപ്പോൾ എന്തായാലും ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ജെറാഡ് കേസ് കിട്ടിയിട്ടുണ്ട്. റോബർട്ടോ കാർലോസ്, ഓഫ്, സീക്കോ ഉണ്ട് കേട്ടോ. ഡോസ്കോ, ബെക്കംബാർ. അവിടെ നിന്നൊരു ഷോട്ട് അടിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. ഊഫ്, ഗോളി സീനാണ്. ഗോളി പിടിച്ചില്ല, ഇപ്പോൾ ഗോളി. റോബർട്ടോ കാർലോസ്, ഊഫ്, കിട്ടിയിട്ടുണ്ട്. മറഡോണ വരുന്നുണ്ട്. ഓ എൻ്റെ മോനെ, നൈസ് ഒരു ഷോട്ടായിരുന്നു ഗ്രീസ്മാൻ്റെ. പക്ഷെ അവിടെ നിന്ന് കയറില്ല, നമ്മൾ വിചാരിച്ചത് നടന്നില്ല. ഓക്കെ, മെസ്സി ഈ മെസ്സി എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യും. ഞാൻ എന്തായാലും ഇറക്കിയിട്ടില്ല, കാരണം നമ്മുടെ ഫുൾ ഇതാവാത്തതുകൊണ്ടാണ് ഞാൻ ഇറക്കാത്തത്. ഓഫ്, ന്യൂസ്, ഓക്കെ, സീക്കോ,
ചേട്ടാ ത്രോ പോയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നോക്കാം ഗൈസ്. ഞാനിതിൽ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഇറക്കാം. ഞാനിതുവരെ സെറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് എന്തായാലും സെറ്റാക്കാം ഗൈസ്. കാരണം ആ ഒരു ഇതുകൊണ്ട് നമ്മളിനി മാച്ച് ഇതാവണ്ട. എന്തായാലും ഒരു ഗോൾ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അറ്റാക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിഫൻസ് റുഡ്രിഗർ, ബെക്കംബർ, ആങ്കറിങ് കാർലോസ് ഇറങ്ങിക്കോട്ടെ. അറ്റാക്ക് 2 ആണെങ്കിൽ ബെക്കംബർ, അറ്റാക്കിങ് റുഡ്രിഗർ, കാഫു കിടന്നോട്ടെ. അപ്പോൾ എത്ര പേർക്ക് എത്ര എപ്പിക്ക് കിട്ടി ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. ടൈറ്റ് മാർക്കറ്റിംഗ് നോക്കുകയാണെങ്കിൽ മാൻ മാർക്കറ്റിംഗ് ഇവിടെയാണെങ്കിൽ നമുക്ക് ഇവനെ പിടിക്കാം, നമ്മുടെ ഡെക്കോ. പിന്നെ ഇവിടെയാണെങ്കിൽ ചെറാഡ് ഇരുന്നോട്ടെ. ഡീപ്പ് ലൈൻ നമുക്ക് സ്റ്റോച്ച്കോവിന് വെക്കാം. പിന്നെ ഡിഫൻസ് 2 ടൈറ്റ് മാർക്കറ്റിംഗ് ബെക്കംബർ, മാൻ മാർക്കറ്റിംഗ് നമുക്ക് മെസ്സിനെ പിടിക്കാം. കൗണ്ടർ ടാർഗറ്റ് നമുക്ക് മർഡോണ, ഡീപ്പ് ലൈൻ നമുക്ക് ഗ്രീസ്മാൻ വെക്കാം. ഓക്കെ, ഡിഫൻസ് 2 ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും മാച്ചിലോട്ട് തന്നെ കിടക്കാം. കാരണം ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ഈ വെച്ചില്ലാന്ന് വെച്ച് കളി ഇതാവണ്ട. എന്തായാലും ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ പൊളിയാണ്, അടിപൊളിയാണ് ഗൈസ്. ഓ ഷോട്ട്, എൻ്റെ മോനെ ഗോള് ഗൈസ്. അപ്പോൾ ഒരു കിടിലൻ ഗോളായിട്ട് അങ്ങനെ ഗ്രീസ്മാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. ഓക്കെ, പൊളി ഗോളായിരുന്നു 33 മിനിറ്റിൽ. ഞാനത് വിചാരിച്ചു അവിടെ നിന്ന് ഒരു തോപ്പ് പാസ് കൊടുത്തായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് കയറി. നൈസ് ഒരു ഗോളായിരുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു കംബാക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, കുറേ ദിവസമായി നമ്മളങ്ങനെ ഒരു ഡിവിഷൻ മാച്ചൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു തിരിച്ചു വരവ് തന്നെ. എന്തായാലും നമുക്ക് സെക്കൻഡ് ഹാഫിൽ ഫ്രാങ്ക് റിബറിനെയൊക്കെ ഇറക്കാം. അതുപോലെ തന്നെ ഗൈസ് ഓപ്പോണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് ചെക്കനെ ഇറക്കാൻ തോന്നിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഓപ്പോണ്ട് പോയി ഗൈസ്. എന്താ പറയുക, ചെക്കൻ തെറിച്ചു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതുപോലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ. ഓക്കെ, ബൈ.